ദൈവത്തിൻ്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു സന്ദേശവുമായി നിങ്ങളുടെ അടുക്കൽ വരുവാൻ സർവശക്തനായ ദൈവം നൽകിയ നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുകയാണ്. ദൈവവചനം എന്താണ് എന്നും ദൈവവചനം ആരാണെന്നുമുള്ള ആ ഭാഗങ്ങളുടെ ഒരു ഭാഗവും കൂടെ ഇന്ന് നിങ്ങളുടെ കൂടെ വിചിന്തനം ചെയ്യുവാൻ, ചിന്തിക്കുവാൻ നമുക്ക് ഒരുമിച്ച് ദൈവം തന്ന നല്ല അവസരങ്ങൾക്ക് ഞാൻ യേശുവിന് നന്ദി പറയുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കണം. നമ്മുടെ ദൈവത്തിൻ്റെ വചനം എന്താണ് എന്ന് നമ്മൾ പഠിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ വചനത്തിൻ്റെ മൂല്യം, വചനത്തിൻ്റെ വിടുതൽ, വചനത്തിൻ്റെ നന്മ നമ്മൾ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ സാധാരണയായി ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഓരോ വചനങ്ങളും നമ്മൾ വായിക്കുന്നു, പഠിക്കുന്നു, പ്രസംഗം കേൾക്കുന്നു, സ്തോത്രം പറയുന്നു, പോകുന്നു. അതാണോ ദൈവവചന ചിന്തയെന്ന് പറയുന്നത്? അല്ല. വചനം പറയുന്നു ധ്യാനത്തിങ്കൽ തീ കത്തുന്നു എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വചനം നമ്മൾ ചിന്തിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അന്തരാത്മാവിൽ ചില വിടുതലുകൾ മാത്രമല്ല, നമ്മുടെ ആത്മീയ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ, നമ്മുടെ സ്വഭാവങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകാനിടയാകും. ഈ വചനങ്ങൾ അതിന് കാരണമായി തീരുമെന്ന് ഞാൻ ക്രിസ്തുവിൽ ആശിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ ഓരോ ഭാഗങ്ങളിലുള്ള നല്ല പ്രതികരണങ്ങൾക്ക് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. നിങ്ങൾക്കത് പ്രയോജനപ്പെടുന്നത് എന്നറിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരണം. ഓരോ വചനങ്ങളും നമ്മുടെ ലൈഫിൽ, നമ്മുടെ ഓരോ കാര്യങ്ങളിലും അത് പ്രയോജനകരമായി, നമ്മുടെ സ്വഭാവമായി ഈ വചനം തീരുവാൻ സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഞാനിങ്ങനെ വായിക്കുന്നു: ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. പത്രോസ്ലീഹ വളരെ ശക്തമായ രീതിയിലാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ഈ 2-ാമത്തെ ഈ വാക്യം ഞാൻ ഇവിടെ വായിക്കുമ്പോൾ ഇവിടം കൊണ്ട് തുടങ്ങിയാൽ ഇതിന്റെ പൂർത്തീകരണം വരത്തില്ല. ഇത് 1-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം കൂടെ ഒന്ന് ചേർന്ന് വായിക്കണം. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാലും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. 1-ാം അധ്യായത്തിൽ ഒരു ജനനം നടക്കുന്നു. 2-ാമത്തെ അധ്യായത്തിൽ ആ ജനനത്തിന് ശേഷം ആ ശിശുവിന് എന്ത് വേണം എന്ന് നമ്മളെ പത്രോസ്ലീഹ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. 1-ാമത്തെ അധ്യായത്തിൽ ഒരു ശിശു ജനിക്കുന്നു, വീണ്ടും ജനനം സംഭവിക്കുന്നു. ആ വീണ്ടും ജനനം സംഭവിച്ച ആത്മീയ ശിശുവിന് നമ്മൾ എന്താണ് രക്ഷയ്ക്കായി അതിനെ വളർത്തിയെടുക്കാൻ നമ്മൾ കൊടുക്കേണ്ടത്? കട്ടിയായ ആഹാരം ശിശുക്കൾക്ക് ജനിച്ച ഉടൻ ആരും കൊടുക്കാറില്ല. അമ്മയുടെ പാലാണ് കൊടുക്കുന്നത്. കാരണം അതിന് മലിനതകളില്ല. സ്തോത്രം. ഇതുപോലെയാണ് ഒരു ആത്മീയത്തിലേക്ക് ആദ്യം ഇറങ്ങി വരുമ്പോൾ അവന് കൊടുക്കേണ്ട ആദ്യത്തെ ആഹാരം എന്ന് പറയുന്നത് മായമില്ലാത്ത വചനമാകുന്ന പാൽ കൊടുക്കണം. അപ്പോൾ ഈ വചനം എന്ന് പറയുന്നത് എന്താണ്? പാലിന് തുല്യമാണ്. ഏത് പാല്? മായമില്ലാത്ത പാലിന് തുല്യമാണ്. അവിടെ പത്രോസ്ലീഹ മായം എന്ന വാക്ക് കൊടുത്തിരിക്കുന്നതിന് കാരണം അന്നത്തെ അവരുടെ ആത്മീയ ലോകത്ത് മായം ചേർത്ത് പാല് കൊടുക്കുന്നവരുണ്ട്. ഇതുപോലെയാണ് ഇന്നും അങ്ങനെ തന്നെയാണ്, അല്ലെ? ഇന്നും അങ്ങനെ തന്നെയാണ്. നമ്മൾ നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ ആത്മീയ ലോകത്ത് ഇന്ന് നോക്കണം. ആത്മീയമായ വിഷയങ്ങളുടെ നടുവിലും മായം ചേർത്ത് വചനം കൊടുക്കുന്നവരുണ്ട്. വചനമാണ് അവർ കൊടുക്കുന്നെങ്കിലും ആ വചനത്തിന് അകത്തെന്നുണ്ട് മായം ചേർക്കുന്നുണ്ട്. ഒരു വർഷങ്ങൾക്ക് മുൻപ് എനിക്കറിയാവുന്ന ഒരു സഹോദരൻ, ഒരു പശു മാത്രമുണ്ട്. ആ ഏരിയയിൽ അദ്ദേഹം മാത്രമാണ് പശുവിനെ വളർത്തിയിരുന്നത്.
അതുകൊണ്ട് ആൾക്കാരൊക്കെയും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് മാത്രമേ പാല് മേടിക്കാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ ഒത്തിരി ദൂരെ പോകണം. ഇന്നത്തെ പോലെ കവർ പാല് ഒന്നും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമല്ല. ആ സമയത്ത് ആ കർഷകനായിരിക്കുന്ന ആ മനുഷ്യൻ എല്ലാവർക്കും പാലുകൾ കൊടുക്കും. എങ്ങനെയെന്ന് വെച്ചാൽ അദ്ദേഹം പാല് കറക്കുന്നതിന് മുമ്പ് പശുവിന്റെ അകിടിന്റെ അടുക്കൽ പാത്രം കൊണ്ടുവന്ന് പോകുന്നതിന് മുമ്പ് ഏകദേശം ഒരു 1/4 ഭാഗം പാത്രത്തിൽ വെള്ളം നിറച്ചിരിക്കും. എന്നിട്ട് ഇദ്ദേഹം പാല് കറന്നൊഴിക്കും. അപ്പോൾ പുറത്തു നിൽക്കുന്നവർക്ക് അറിയാൻ പറ്റത്തില്ല. ഇതുപോലെയാണ് ഇന്നത്തെ ആത്മീയ ലോകത്തിന്റെ അവസ്ഥകൾ. നമുക്കറിയാം, പറയുന്നത് വചനമാണ് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ അതിനു മുമ്പ് അതിനകത്ത് മായം ചേർത്ത് ചിലത് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ഇന്ന് പലരും, ഞാൻ മാത്രമല്ല, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പത്രോസ് ശ്ലീഹ സഭയ്ക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. മക്കളെ, നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി വളരുവാൻ, രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ രക്ഷയെ കാക്ഷിക്കുന്നുവെങ്കിൽ, ഇല്ലെങ്കിൽ ആത്മീയമായി നിങ്ങൾ വളരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അത് നിങ്ങൾ കുടിക്കേണ്ട ആഹാരം, പോഷകാഹാരം എന്ന് പറയുന്നത് വചനമെന്ന മായമില്ലാത്ത പാൽ തന്നെ കുടിക്കണം. ഇല്ല എങ്കിൽ സംഭവിക്കുന്ന കാര്യം, തൽക്കാലം പോഷകാഹാരം നിങ്ങൾ കഴിച്ചു, കൈയടിച്ചു, ആരാധിച്ചു, ചില നന്മകൾ കിട്ടി. പക്ഷേ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിന്റെ കിതയ്ക്കും. നമുക്ക് കയറാൻ പറ്റത്തില്ല, നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മുമ്പിലോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം എന്ത്? തന്ന പാലിനകത്ത് മാലിന്യമുണ്ടായിരുന്നു. എന്നാൽ മായമില്ലാത്ത ഒറ്റ പാല് മാത്രമേ ഉള്ളൂ, അത് ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സുമാര് നമ്മുടെ സഹോദരിമാരെയൊക്കെ നിർദ്ദേശിക്കുന്നത്, 1 വർഷമെങ്കിലും മുലപ്പാൽ കൊടുക്കണമെന്ന് അമ്മമാരോട് പറയുന്നത്. എന്തെന്ന് ചോദിച്ചാൽ, ഈ അമ്മയുടെ പാലിൽ മായമില്ല. ആ മായമില്ലാത്ത പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾ ബുദ്ധിയിലും ശക്തിയിലും ആരോഗ്യത്തിലും സ്വഭാവത്തിലും മനുഷ്യ സ്വഭാവമുള്ളവരായി തീരുമെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെട്ട് ആത്മരക്ഷ പ്രാപിച്ച് വീണ്ടും ജനനം പ്രാപിച്ച് വരുന്നവന് കൊടുക്കേണ്ടത് അമ്മപ്പാലായിരിക്കുന്ന ദൈവത്തിന്റെ മായമില്ലാത്ത വചനമാണ്. ആ വചനം അവൻ പ്രാപിക്കുമ്പോൾ ഈ വചനത്തിന്റെ സ്വഭാവം, വചനത്തിലുള്ള ബലം, വചനത്തിലുള്ള സൗന്ദര്യം, വചനത്തിലുള്ള ജീവൻ അവന്റെ മേൽ വെളിപ്പെട്ടു വരുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് ലോകത്ത് നോക്കുമ്പോൾ അമ്മമാർ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു, 1 ആഴ്ച പാല് കൊടുക്കുന്നു, പിന്നത്തേതിൽ കൊടുക്കാറില്ല. ചിലർ അങ്ങനെയല്ല കേട്ടോ, ചിലർ പാൽ ഇല്ലാഞ്ഞിട്ടാ കൊടുക്കാത്തത്. ചില അമ്മമാർക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാല് കാണത്തില്ല. ഞാൻ അവരുടെ കാര്യമല്ല പറയുന്നത്. എന്നാൽ ഇന്നത്തെ 3/4% പെൺകുട്ടികളും അവരുടെ ശരീരങ്ങൾ ഉടയാൻ പാടില്ല, കുഞ്ഞുങ്ങളെ പാല് കുടിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ വാശി പിടിക്കുന്നവരാ. എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, അമ്മയുടെ മനുഷ്യ സ്വഭാവം കുഞ്ഞിന്റെ മേൽ ആദ്യമായി പകരുന്നത് അമ്മയുടെ മുലപ്പാലാണ്. സ്തോത്രം. ഈ കുഞ്ഞിന് മനുഷ്യന്റെ ഒരു അംശം വരണമെങ്കിൽ, എന്ന് വെച്ചാൽ മാനുഷിക സ്വഭാവത്തിലേക്ക് അവൻ കടക്കണമെങ്കിൽ അങ്ങനെ കൊടുത്തേ പറ്റുകയുള്ളൂ. അത് ദൈവിക വ്യവസ്ഥതയാണ്. മൃഗങ്ങളെ നോക്കുക, അത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് മനുഷ്യരായിരിക്കുന്ന നമ്മളിൽ പലരും അങ്ങനെ ആ ഒരു സിസ്റ്റത്തിലേക്ക് അതൊരു വലിയ വിഷയമല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പോഷകാഹാരമായ മാലിന്യം ചേർത്ത എന്തെങ്കിലും കൊടുത്ത് കുഞ്ഞിന്റെ വയറ് അടയ്ക്കാൻ ശ്രമിക്കുന്നവരാണ്. അല്ലേ? ഒന്ന് ചിന്തിക്കണം. അമ്മപ്പാല് കൊടുക്കാതെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത്, പ്രകൃതിയിലുള്ള കാര്യങ്ങൾ കൊടുത്ത് കുഞ്ഞിനെ ഒന്ന് ഉറക്കണം, കുഞ്ഞൊന്ന് ആഹാരം വയറ് വീർത്തിരിക്കണം, കുഞ്ഞൊന്ന് നല്ല പുഷ്ടിയായിട്ട് ജീവിക്കണം, ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ പോകുന്നവരാ.
ഒരുത്തൻ വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ അവൻ ദൈവവചനമാകുന്ന മായമില്ലാത്ത പാൽ കുടിച്ചു തന്നെ വളരണം. എങ്കിൽ മാത്രമേ ഈ വചനത്തിന്റെ സ്വഭാവം, വചനത്തിന്റെ നിറം, വചനത്തിന്റെ രീതി, വചനത്തിന്റെ മനസാക്ഷി സകലതും ഒരു വീണ്ടും ജനനം പ്രാപിച്ച കുഞ്ഞിലേക്ക് ചേർന്ന് വരികയുള്ളൂ. ഈ കുഞ്ഞ് എവിടെയും ഒരു മനസാക്ഷിയുള്ളൊരു കുഞ്ഞായിരിക്കും, എവിടെയും ഒരു അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞായിരിക്കും, ഇവനൊരു മനസ്താപമുള്ള ഒരു കുഞ്ഞായിരിക്കും. എന്നതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, ഇവൻ കുടിച്ചത് മാതൃപാലാണ്, അല്ലെങ്കിൽ അമ്മയുടെ പാലാണ്, ഇല്ലെങ്കിൽ മായമില്ലാത്ത, നമ്മൾ തിരുവചനത്തോട്ട് വരുമ്പോൾ മായമില്ലാത്ത വചനമാണ് ഇവൻ ഭക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ, വലിയ വലിയ പ്രതിസന്ധികൾ വന്നാലും ഇവന്റെ ജീവിതത്തിൽ ഏശുകയില്ല. ഒരു ചെറിയ പനി വന്നാലും ഈ കുഞ്ഞിന്റെ മേൽ വരികയില്ല. കാരണം എന്തെന്ന് പറയണ്ടേ, ഇവന്റെ ശരീരത്തിനകത്ത് പ്രതിരോധ ശക്തിയുണ്ട്. അത് എവിടെ നിന്നാണ് കിട്ടിയത്? അമ്മ കൊടുത്ത അമ്മപ്പാലിൽ നിന്നാണ്. ഇതുപോലെയാണ് ദൈവത്തിന്റെ വചനം വീണ്ടും ജനനം പ്രാപിച്ച ഒരു കുഞ്ഞിന് അകത്ത് കൊടുക്കുന്നത് പോലെ, ദൈവവചനം അവന്റെ അകത്തുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ വരുന്ന വലുതും ചെറുതുമായ പ്രശ്നങ്ങളെ ഈ വചനം നിമിത്തം അവന് പ്രതികരിക്കുവാൻ കഴിയും. പക്ഷേ ഈ വചനം അകത്ത് ഇറങ്ങണമെങ്കിൽ, പാൽ ഊട്ടി കുടിക്കുന്നത് പോലെ വാഞ്ചിക്കണമെങ്കിൽ, ആഗ്രഹിക്കണമെങ്കിൽ, അതിൻ്റെ മുകളിൽ പത്രോസ്ലീഹ പറഞ്ഞ 3-4 കാര്യങ്ങളുണ്ട്. ഒരു വാക്ക് ഞാൻ പറഞ്ഞോട്ടെ. ഒരു കൊച്ചു കുഞ്ഞിന് ഒരു ക്ഷീണവും ഒരു രോഗവും ഇല്ലെന്ന് ഡോക്ടർമാർ വിധി പറയുന്നത് എപ്പോഴെന്നറിയണ്ടേ? കുഞ്ഞ് അമ്മയിൽ നിന്നും പാല് നന്നായി കുടിക്കുമ്പോൾ, ഇഷ്ടത്തോടെ കുടിക്കുമ്പോൾ ഡോക്ടർ പറയും കുഞ്ഞിന് ഒരു അസുഖവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കുഞ്ഞ് വിശന്നാൽ പോലും ഈ അമ്മപ്പാല് കുടിച്ചിക്കാതെ നിർബന്ധ ബുദ്ധിയോടെ കരയുന്നെങ്കിൽ ഡോക്ടർ പറയും ഇവന് എന്തോ ഒരു കുഴപ്പമുണ്ട്, ഇവന്റെ അകത്തെന്തോ കുറവുണ്ട്, അല്ലെങ്കിൽ അകത്തെന്തെങ്കിലും വിഷയങ്ങൾ കാണും, അത് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. ഹല്ലേലൂയ. ഇതുപോലെയാണ് പ്രിയമുള്ളവരെ, വചനത്തിൽ വലിയ വാഞ്ചയുള്ളവർ, വചനത്തോട് പറ്റി നിൽക്കുന്നവർ, വചനമെന്ന് കേൾക്കുമ്പോൾ വളരെ ആകാംക്ഷയോടുകൂടെ ദൈവവചനം കേൾക്കാനും പ്രാപിക്കാനും പഠിക്കാനും വായിക്കാനും അത്യാഗ്രഹമുള്ളവരോട് ഞാൻ പറയുന്നു, അല്ലെങ്കിൽ വാഞ്ചയുള്ളവരോട് പറയുന്നു, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്കത് സംഭവിക്കുന്നത്. ഇല്ല, വചനം വായിച്ചിട്ട് എത്ര നാളായി? ഞായറാഴ്ച പള്ളിയിൽ കൊണ്ടുപോകുന്നു, തുറക്കുന്നു, അടയ്ക്കുന്നു, വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നു, അടുത്ത ഞായറാഴ്ച ഒന്ന് നോക്കുക. അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, അകത്തെ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് എവിടെയോ എന്തോ വീഴ്ചകളുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ദൈവവചനമാകുന്ന മായമില്ലാത്ത പാല് കുടിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമില്ല ഇരിക്കുന്നത്. നമ്മളത് ശോധന ചെയ്യുക. നമ്മൾ എത്രമാത്രം വചനവുമായിട്ട് ബന്ധമുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം വചനവുമായിട്ട് ബന്ധമുണ്ടോ അത്രത്തോളം നിങ്ങളുടെ രക്ഷയ്ക്കായി നിരക്ഷയുടെ വളർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ആത്മീയ മനുഷ്യൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എത്രത്തോളം ദൈവവചനത്തെ ഉൾക്കൊള്ളാനും ദൈവവചനത്തെ ആഗ്രഹിച്ച് സ്നേഹിച്ച് ആദരിച്ച് അതിനെ അനുസരിച്ച് നിങ്ങൾ പോകുന്നു, അതിന്റെ അർത്ഥം നിങ്ങളുടെ ആന്തരികമായ വളർച്ചകൾ സംഭവിച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ ആത്മീയ മനുഷ്യൻ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ഓരോ ദിനങ്ങളിലും ദൈവവചനത്തെ കുറിച്ചുള്ള വാഞ്ചയും എരിവുമുള്ള ദൈവഭക്തന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ വചനം നമുക്ക് വാഞ്ചയില്ലാതെ വരുന്നത്? വേറെ പുസ്തകത്തിൽ നിന്നും തന്നെ നമുക്ക് അത് ചിന്തിക്കാം. ഈ 1 പത്രോസിന്റെ ലേഖനത്തിന്റെ അതിന്റെ 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കാം. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും, 3 വ്യാജഭാവം, 4 അസൂയ, 5 നുണയും നീക്കിക്കളഞ്ഞ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നീക്കിക്കളയണം എന്ന് വെച്ചാൽ, ഒരു തുണി ശരീരത്തിൽ നിന്നും എടുത്ത് വലിച്ചു മാറ്റുന്നത് പോലെ നമ്മൾ ഇതിനെ മാറ്റണം. ഇതിനെയാണ് എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നു, മുറുകെ പറ്റുന്ന ചില പാപങ്ങൾ. നമ്മൾ സ്നാനപ്പെട്ടിട്ടും നമുക്ക് ദൈവവചനത്തിലൊരു വാഞ്ചയില്ല.
ദൈവവചനം പഠിക്കാൻ വാഞ്ചയില്ല, ദൈവവചനം ചിന്തിക്കാൻ നമുക്ക് സമയമില്ല, ദൈവവചനം വായിക്കുന്നത് തന്നെ ഭയങ്കര അറപ്പായിരിക്കുന്നു. കാരണം ഈ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെയുണ്ട്. ഇന്ന് രാവിലെ ഇതിനകത്ത് എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ദൈവദാസന്മാരെ, ദൈവവചനത്തോട് നിങ്ങൾ അടുക്കുമ്പോഴാണ് ദൈവത്തോട് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ദൈവവചനം വായിച്ച് അതിൽ നിന്നും ഗ്രഹിക്കുമ്പോഴാണ് നിങ്ങളുടെ ആത്മീയ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുന്നത്. ആ വ്യക്തിയുടെ ജീവിതത്തിനകത്ത് കർത്താവ് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുവാനിടയാകും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒന്ന്, ഇവിടെ പറയുന്നു സകല ദുഷ്ടതയും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ആത്മീയരുടെ ഇടയിൽ ദുഷ്ടതയുണ്ടോ ദൈവദാസനെ? സ്നാനപ്പെട്ട ഞാൻ ദുഷ്ടനാണോ? ഇതൊക്കെ നമ്മുടെ ഒത്തിരി ചിന്തകൾ വരും. ഈ ലേഖനം എഴുതിയിരിക്കുന്നത് വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ഒരു ലേഖനമാണ്. നമ്മൾ ആദ്യമൊക്കെ വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇവിടെ പറയുന്നു ഈ വിശുദ്ധന്മാരുടെ ഇടയിൽ തന്നെ ദുഷ്ടതയുണ്ട്. അതെന്താണ് ദുഷ്ടത? ഞാൻ നോക്കിയപ്പോൾ ഉള്ളിലെ ദുഷ്ടത എന്ന് വെച്ചാൽ സ്വഭാവ ദോഷം. 2 പറയും നിയമലംഘന. അതെന്താണ്? ദുഷ്ടതയാണ്. ദുഷ്ടത എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിയമലംഘന. ഞാനിപ്പോൾ ബൈക്ക് ഓടിക്കുന്നു, ഹെൽമറ്റ് വെച്ചേ പറ്റൂ, നിയമമാണ്. ദൈവം ഈ ഭൂമിക്ക് കൊടുത്തിരിക്കുന്ന വ്യക്തികളിൽ കൂടെ നിയമപരമായി കൊടുത്തിരിക്കുന്ന ഒരു വിഷയമാണ് ഹെൽമറ്റ്. ഞാൻ ഹെൽമറ്റ് വെക്കാതെ പോകുന്നു, അതിന്റെ പേര് ദുഷ്ടത എന്നാണ്. സ്തോത്രം. എനിക്ക് ലൈസൻസ് ഇല്ല, ഞാൻ വണ്ടി ഓട്ടിക്കുന്നു, അത് ദുഷ്ടത എന്നാണ് അതിന്റെ പേര്. ബസ്സിൽ കയറുന്നു, ടിക്കറ്റ് എടുക്കുന്നില്ല, ദുഷ്ടത എന്നാണ് പേര്. നിയമങ്ങൾ പാലിക്കുന്നില്ല, അതിന്റെ പേര് ദുഷ്ടത എന്നാണ്. ഇനി രണ്ടാമത്തെ അതിന്റെ അർത്ഥം സ്വഭാവദോഷ്യം. പുറത്ത് അന്യഭാഷയൊക്കെ ഉണ്ട്, കയ്യടിയൊക്കെ ഉണ്ട്, സ്തോത്രമൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ സ്വഭാവത്തിൽ ചില ദൂഷ്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പേര് ദുഷ്ടത എന്നാണ്. അങ്ങനെയെങ്കിൽ ഒന്ന് ചിന്തിക്കാമോ? എന്തുകൊണ്ടാണ് ദൈവവചനം എന്ന് പറയുന്ന മായമില്ലാത്ത പാല് കുടിക്കാൻ നമുക്ക് ആഗ്രഹമില്ലാത്തത്? പ്രിയമുള്ളവരെ, ദൈവവചനമാവുന്ന മായമില്ലാത്ത ഈ പാല് കുടിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിനകത്ത് ആത്മീയ വളർച്ച ഉണ്ടാകുകയുള്ളൂ. നമുക്കിന്ന് ആത്മീയ വളർച്ച എത്രമാത്രമുണ്ട്? കാരണം നമ്മുടെ ഉള്ളിനകത്ത് ഇന്ന് മുറുകെ പറ്റി പിടിച്ചിരിക്കുന്ന ചില ദുഷ്ടതകളുണ്ട്. ഇന്ന് രാവിലെ ഇതെങ്ങനെ മാറുമെന്ന് ചോദിച്ചാൽ ഒന്ന് ദൈവത്തോട് ഏറ്റുപറയണം. അത് മുറുകെ പറ്റുന്ന പാപമാണ്. അത് പുറത്താരും കാണില്ല. ഞാൻ ഹെൽമറ്റ് വെക്കാതെ പോയാൽ പോലീസ് കാണില്ല, ക്യാമറ കാണുന്നില്ല, ആരും കാണുന്നില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ദൈവസന്നിധി ദുഷ്ടതയാണ്. അതെന്താണ് കാര്യം? അത് നമ്മുടെ ദൈവവചനമാകുന്ന മായമില്ലാത്ത പാല് കുടിക്കാൻ തടസ്സപ്പെടുത്തും. ഹല്ലേലൂയ. ആരും കണ്ടില്ല, ഞാൻ നിയമലംഘനം ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഞാനും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും എന്നെ അത് അകറ്റിക്കളയുകയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ദുഷ്ടത, ഉള്ളിലുള്ള ദുഷ്ടത. ഉള്ളിലുള്ള, പുറത്തൊക്കെ മാന്യനാണ്, ഉള്ളിലുള്ള ദുഷ്ടത. മറ്റുള്ളവരെ എങ്ങനെ ചതിക്കാം, മറ്റുള്ളവരെ എങ്ങനെ നശിപ്പിക്കാം, ഉള്ളിൽ നമുക്കത് ഉണ്ടോ? നമ്മൾ ഇരുന്ന് അല്പനേരം ചിന്തിക്കണം. നിങ്ങൾ ദൈവത്തോട് ഏറ്റു പറയണം. എന്നിട്ട് ദൈവത്തോട് കരയണം, കർത്താവേ, എൻ്റെ ഉള്ളിലുള്ള ദുഷ്ടത ഞാൻ പലപ്പോഴും ആരും കാണാതെ നിയമപരമായി തെറ്റുകൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ സ്വഭാവ ദോഷങ്ങൾ പലതുമുണ്ട്. എൻ്റെ ഭാര്യ അറിയാതെ, എൻ്റെ ഭർത്താവ് അറിയാതെ, എൻ്റെ മക്കൾ അറിയാതെ, എൻ്റെ അപ്പനമ്മമാരറിയാതെ, എൻ്റെ വിശ്വാസികൾ അറിയാതെ, എൻ്റെ കൂട്ടുബന്ധങ്ങൾ അറിയാതെ ഒത്തിരി ദൈവമില്ലാത്ത സ്വഭാവ ദൂഷ്യങ്ങളുണ്ട്. ചിലര് പള്ളിയിലൊക്കെ പോയിട്ടും സിഗരറ്റ് വലിക്കുന്നവരുണ്ട്. ഒന്നൊക്കെ വലിക്കൂ, അത് മാസത്തിൽ ഒന്നും വർഷത്തിൽ ഒന്നൊക്കെ വലിക്കൂ. അത് സ്വഭാവ ദൂഷ്യമാണ്. ചിലരും മൂക്കുപൊടി വലിക്കാറുണ്ട്, ചിലർ ശമ്പു വയ്ക്കാറുണ്ട്. ഇത് നാട്ടിലുള്ളവരോടല്ല പറയുന്നത്, ആത്മാഭിഷേകം ഉണ്ടെന്ന് പറയുന്ന ആത്മീയരുടെ ഇടയിലുള്ള കാര്യമാണ് സ്വഭാവ ദൂഷ്യം. സ്തോത്രം. എൻ്റെ ചില സ്വഭാവ ദൂഷ്യം ആരും കാണില്ല. മൊബൈലിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവഹിതമില്ലാത്ത ചിത്രങ്ങൾ എത്രയോ ദൈവദാസന്മാർ അത് കാണാറുണ്ട്, എത്രയോ ദൈവദാസന്മാർ കുഞ്ഞുങ്ങൾ കാണാറുണ്ട്. മക്കളെ, നമുക്ക് ഇന്ന് പകൽക്കാലം ദൈവം ഇത് കാണുകയാണ്. ഇത് കാരണം എന്ത് ചെയ്തെന്ന് പറയണ്ടേ? മായമില്ലാത്ത പാല് കുടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, നമ്മൾ റിജക്റ്റ് ചെയ്യുകയാണ്. ചില അമ്മമാര് മുലപ്പാല് കൊടുക്കുമ്പോൾ
കുഞ്ഞുങ്ങൾ കുടിച്ചിട്ട് തുപ്പി തരുന്നത് പോലെ ചില വചനങ്ങൾ കേൾക്കുമ്പോൾ തിരിച്ച് കളയുക, വേണ്ട. ഇതിന് കാരണം എന്താണ്? സ്വഭാവ ദൂഷ്യം. പുറത്ത് മാന്യനാണ്, പുറത്ത് ഭയങ്കര ഭക്തനാണ്. സ്തോത്രം. കൂട്ടുകാരുടെ ബന്ധുക്കളുടെയൊക്കെ കല്യാണത്തിനും ക്രിസ്മസിനും ഈസ്റ്ററിന്റെ അന്നും ഒരു ടൂറിനൊക്കെ വല്ലപ്പോഴൊക്കെ ആത്മീയരൊക്കെ പോകാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവിടെയുള്ള കൂട്ടുകാരന്മാരെ ഒരുമിച്ച് അല്പം ബിയറൊക്കെ അടിക്കാറുണ്ട്, ഒരു ചെറിയ കുപ്പി പൊട്ടിക്കാറുണ്ട്, വർഷത്തിലൊരിക്കലല്ലേ. അതിനെ സ്വഭാവ ദൂഷ്യം, അത് തന്നെ ദുഷ്ടത എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ ദുഷ്ടത നമ്മുടെ നിത്യതയെ തടയിടുവാനിടയാകും. സ്തോത്രം. അപ്പോൾ തന്നെ നമുക്ക് കയ്യടിയുണ്ട്, അന്യഭാഷയുണ്ട്. അപ്പോൾ തന്നെ പള്ളിയിൽ വരുന്ന ദൈവദാസന്മാർ നമുക്ക് നല്ല ദൂതുകൾ പറയാറുണ്ട്. നമ്മൾ സ്തോത്രം പറഞ്ഞ് അത് നമ്മൾ സന്തോഷിക്കുകയാണ്. അതുകൊണ്ടാണ് 50-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, ഞാൻ നിന്നെ പോലുള്ളവരെന്ന് ഗ്രഹിച്ചു. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളും, ഞാൻ കീറിക്കളയും, വിടിയിപ്പാൻ ആരും ഉണ്ടായില്ല. അതിന്റെ അർത്ഥം ഞാൻ ദൈവത്തെ പോലുള്ള എന്നെ പോലെയാണ് ദൈവം എന്ന് നമ്മൾ ചിന്തിക്കരുത്. ദൈവം ഉയരത്തിന്, ഞാൻ താഴെയാണ് നിൽക്കുന്നത്. ഇന്ന് പകൽക്കാലം ഈ വചനത്തിൽ കൂടെ ചിന്തിക്കേണ്ടത് നമ്മുടെ സ്വഭാവ ദൂഷ്യങ്ങളെ മാറ്റുക. എപ്പോഴും നമ്മുടെ സ്വഭാവ ദൂഷ്യം വരാറില്ല, നല്ല സ്വഭാവം ചിലടത്ത് വരും. അപ്പോൾ ചില ഇടങ്ങളിൽ നമുക്ക് സ്വഭാവ ദൂഷ്യം വരും. നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ചില സ്വഭാവ ദൂഷ്യങ്ങൾ വരും. നമുക്ക് നമ്മുടെ അടുക്കൽ ചിലരൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സംസാരങ്ങളിൽ ദൂഷ്യതകൾ വരും. നമ്മൾ 10 പേരുമായി കൂടി നിൽക്കുമ്പോൾ അതൊരു ദൈവിക കാര്യം പറഞ്ഞ് നമ്മളുടെ നാവിനകത്തു നിന്നും ദൈവിക ദൂഷ്യങ്ങൾ, സ്വഭാവ ദൂഷ്യങ്ങളായിരിക്കുന്ന ചില അനുഭവങ്ങൾ കടന്നു വരാറുണ്ട്. ഇത് തന്നെയാണ് ദുഷ്ടത. ഈ ദുഷ്ടത മാറ്റണമെന്നാണ്. ഇത് എങ്ങനെയാണ്? വസ്ത്രം ഉരിഞ്ഞു മാറ്റിക്കളയുന്നത് പോലെ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അതിനെ രാഗമോഹങ്ങളോടുകൂടെ ഉരിച്ചു കളയുക, ഉരിഞ്ഞു മാറ്റുക, വസ്ത്രം ഉരിഞ്ഞു മാറ്റുന്ന പോലെ മാറ്റുക. ഇത് മുറുകെ പറ്റുന്ന പാപമാണ്. ഇതുകൊണ്ടാണ് ദൈവദാസീദാസന്മാരെ നമുക്ക് വചനത്തിൽ വാഞ്ച വരുന്നില്ല. ഈ വചനം നമ്മൾ കുടിക്കാത്ത കാലം, വചനം നമ്മൾ വായിക്കാത്ത കാലം, വചനം പഠിക്കാത്ത കാലം, വചനം ഏറ്റെടുക്കാത്ത കാലം നമുക്ക് എന്താ സംഭവിക്കുന്നത്? ആത്മീയത്തിൽ നമ്മൾ മുരടിച്ചുകൊണ്ടിരിക്കുക. നട്ടപ്പോടെ ഒരു കുട്ട, പറിച്ചപ്പോടെ ഒരു കുട്ട, അല്ലെ? നമുക്കൊരു വളർച്ചയില്ല. എത്രയോ വർഷമായി ദൈവത്തെ ആരാധിക്കാമെന്ന് ഒരു ശുശ്രൂഷയിൽ ഒരു മാറ്റം വരുന്നില്ല, ഒരു അഭിഷേകത്തിൽ ഒരു മാറ്റം വരുന്നില്ല. നമ്മൾ അന്ന് കൈയടിച്ചതുപോലെ തന്നെ ഇന്നും കൈയടിക്കുന്നു, അന്ന് പാടിയതുപോലെ തന്നെ ഇന്നും പാടുന്നു, അന്നും ബൈബിൾ കൊണ്ടു നടന്നതുപോലെ തന്നെ ഇന്നും നടക്കും. ഒരു ചേഞ്ച് ഇല്ല. എന്താ ചേഞ്ച് വരേണ്ടത്? നമ്മുടെ ജീവിതത്തിലുള്ള ഈ ദുഷ്ടത നമ്മൾ മാറ്റണം. രണ്ടാമതായി പറയുന്നു എല്ലാ ചതിവ്. ഇവിടെ പൗലോസ് ശ്ലീഹ പറയുന്നു ചതിവ്. ചതിവ് എന്ന് വെച്ചാൽ ദോഷവും വഞ്ചനയും. വഞ്ചിക്കുക, മറ്റുള്ളവരെ വഞ്ചിക്കുക, പറ്റിക്കുക. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ കൂടെ വളരെ ബുദ്ധിപൂർവം പറയുകയാണ്, നമ്മുടെ ഈ ചതിക്കുന്ന സ്വഭാവങ്ങൾ നമ്മളിൽ നിന്ന് മാറും. ആരെയും ചതിക്കാൻ പാടില്ല. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന 2-3 അർത്ഥം കൂടെ ഞാൻ പറയട്ടെ. ബുദ്ധിപൂർവം ചെയ്യുന്ന ചതി എന്ന് വെച്ചാൽ, ബുദ്ധിപൂർവം ചെയ്യുന്ന ചതി എന്ന് പറയുന്നത്, ഞാൻ ഒരാളെ സഹായിക്കുന്നു എന്ന് അവർക്ക് തോന്നും, പക്ഷെ എൻ്റെ ഹൃദയത്തിനകത്ത് അവർക്ക് തോന്നുന്നതല്ല ഞാൻ ചെയ്യുന്നത്. എനിക്ക് അവർക്ക് തോന്നും ഞാൻ എന്നെ ആ പാസ്റ്റർ സഹായിക്കുന്നുണ്ടല്ലോ, പക്ഷേ ഞാൻ അതിനകത്ത് ഒരു ചതി ഒരുക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും അല്പലാഭത്തിന് വേണ്ടി ആരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റു പറയണം. അല്പ പണത്തിന് വേണ്ടി ആരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റു പറയണം. നമ്മുടെ ആത്മീയരുടെ ഇടയിൽ, ദൈവദാസന്മാരുടെ ഇടയിൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഏതെങ്കിലും ദൈവദാസന്മാരെ ചതിച്ചിട്ടുണ്ടോ? ഒരു സഭ കിട്ടാൻ വേണ്ടി ഏതെങ്കിലും മറ്റു ദൈവദാസന്മാരെ ചതിച്ചിട്ടുണ്ടോ? വിശ്വാസികളെ ചതിച്ചിട്ടുണ്ടോ? വിശ്വാസികളെ കുടുംബത്തിൽ കയറി ആരെങ്കിലും ചതിച്ചിട്ടുണ്ടോ? ഇന്ന് ഇവിടെ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഏറ്റു പറയാനുള്ളവർ ഏറ്റു പറയണം, കരയണം. കർത്താവെ, ആരെയും നമ്മൾ ചതിക്കാൻ പാടില്ല. ഈ ചതി ജീവിതത്തിനകത്തുണ്ടെങ്കിൽ, യാക്കോബിനെ നിങ്ങൾ നോക്കണം. സഹോദരനെ ചതിച്ചു, അപ്പനെ പറ്റിച്ചു, അവൻ എവിടെയൊക്കെ ചതിയിൽ അകപ്പെട്ട് നോക്കിക്കോണം.
ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ആരെങ്കിലും ചതിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ദൈവം വിവിധ ഇടങ്ങളിൽ ചതിക്കുവാനിടയാവും. യാക്കോബ് തന്റെ വീട്ടിൽ അപ്പനെയും സഹോദരനെയാണ് ചതിച്ചത്. പക്ഷെ അവൻ എവിടെയെല്ലാം ചതിക്കപ്പെട്ടു. അമ്മായിയപ്പനെ ചതിച്ചു, അല്ലെ? ലാബാൻ ചതിച്ച്. പിന്നീട് യോസേഫ് സ്വന്തം മക്കൾ ചതിച്ചു. കാരണം എന്തെന്ന് പറയണ്ടേ? വിതയ്ക്കുന്നത് കൊയ്തേ മതിയാകേണ്ടു. അതുകൊണ്ട് ഞാൻ താഴ്മയായ വിനയത്തോടുകൂടെ ദൈവമക്കളോട് പറയുന്നു, നമ്മൾ ആരെയും ചതിക്കരുത്. ചതി മായമില്ലാത്ത പാല് കുടിക്കുവാനുള്ള വാഞ്ചയെ കുറയ്ക്കുന്നതാണ്. ഇനി മൂന്നാമത്തത് അവിടെ പറയുന്നു, വ്യാജഭാവം. എനിക്കെല്ലാം ഉണ്ട്, എനിക്കെല്ലാം അറിയാം. വ്യാജം എന്ന് വെച്ചാൽ ഒരു സിനിമാ നടൻ അത് വ്യാജമാണ്, അദ്ദേഹം അഭിനയിക്കുകയാണ്. ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് അഭിനയിക്കുന്നു, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയാണല്ല. അദ്ദേഹം പണത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുകയാണ്. എന്നാൽ ആത്മീയരുടെ ഇടയിൽ ഇതുപോലെ അഭിനയങ്ങളുണ്ട്. ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറയുന്നവർ. പ്രവചനമൊന്നും ദൈവം കൊടുത്തിട്ടില്ല. ദൈവാത്മാവ് നിന്നോട് അങ്ങനെ പറയുന്നു, ദൈവാത്മാവ് നിന്നോട് ഇങ്ങനെ പറയുന്നു എന്ന് പറയുന്ന പലരും ഉണ്ട്. എൻ്റെ പൊന്നു പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ഇത് വരരുത്. വ്യാജഭാവം. ഞാൻ എന്തോ ആണ്, ഞാൻ ആത്മീയത്തിൽ എന്താണ്, ഞാൻ മണിക്കൂറോളം വ്യാജമാണ്. 1 മിനിറ്റ് 2 മിനിറ്റ് ഞാൻ സ്തോത്രം പറയും. അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ഒറിജിനൽ. നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ നമ്മൾ ഒറിജിനൽ ആയിരിക്കണം. നിങ്ങൾ മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നു, കപട ഭക്തിക്കാരെ പോലെ ചെയ്യരുത്. കപട ഭക്തിക്കാർ അവർ ചെയ്യുന്നത് എന്താണ്? കിണ്ടിക്കിണ്ണത്തിന്റെ പുറം വെടുപ്പാക്കും. എന്നുവെച്ചാൽ വെള്ളയൊക്കെ ഇട്ട് അങ്ങ് മറ്റുള്ളവർ കാണുമ്പോൾ, എന്നിട്ട് അതിനകത്തെന്താണ്? ക്ലാവ് പിടിച്ചിരിക്കുക. അതല്ല ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ, നമ്മുടെ ആത്മീയ ജീവിതം മറ്റുള്ളവരെ കാണിക്കാനാണെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിൻ്റെ കൂടെ ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊരിക്കലും രക്ഷയ്ക്കായി വളരാൻ പറ്റില്ല. ആത്മീയത്തിൽ നിങ്ങൾക്ക് വളരാൻ പറ്റില്ല. നിങ്ങൾക്ക് ആത്മമണ്ഡലത്തിൽ വളർച്ചയില്ലാത്തവരാണ്. കപടഭക്തിക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നു. കപടഭക്തിക്കാരുടെ സ്വഭാവം ഇത് തന്നെയാണ്. തെരുക്കോണിൽ ചെന്നിരുന്ന് മുഴങ്കാൽ മുടക്കി കൈപൊക്കി അങ്ങ് പ്രാർത്ഥിക്കും. എന്തിനാ? മറ്റുള്ളവർ കാണാൻ വേണ്ടിയാ. അവർ ഭിക്ഷ കൊടുക്കുമ്പോൾ 10 പേര് കാണത്തക്കവണ്ണം കൊടുക്കുന്നു. ഇതൊക്കെ കപടഭക്തിക്കാരുടെ സ്വഭാവമാണ്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിനകത്ത് ഈ വ്യാജം വരരുത്, വ്യാജഭാവം വരരുത്. നമ്മൾ എന്തോ സംഭവമൊന്നുമല്ല. നമ്മളൊക്കെ നിൽക്കുന്നത് കൃപയാലാണ് നിൽക്കുന്നത്. എന്നൊക്കെ ഒരു ശുശ്രൂഷ തന്നു, സ്തോത്രം പറയണം, ദൈവത്തിന് നന്ദി പറയണം. ആ താഴ്മയോടുകൂടെ വിനയത്തോട് നിന്ന് ശുശ്രൂഷിക്കണം. ദൈവദാസന്മാരോട് ഞാൻ 2 വാക്ക് ഞാൻ പറഞ്ഞോട്ടെ. ദൈവം നിങ്ങളെ സ്റ്റേജിൽ കയറ്റുന്നത് മുൻപിലിരിക്കുന്നവർ വിഡ്ഢികളായിട്ട് എന്നിട്ടല്ല, അവർക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, കൃപയാലത്ത് സ്റ്റേജിൽ കയറിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ യജമാനന്മാരും മുമ്പിലിരിക്കുന്ന ദാസന്മാരുമായി കാണരുത്. നമ്മൾ ദാസന്മാരും നമ്മുടെ മുമ്പിലിരിക്കുന്ന യജമാനന്മാരും കണ്ടുകൊണ്ട് ശുശ്രൂഷിക്കാൻ നമ്മൾ ആദ്യം പഠിക്കണം. അവരെ ശകാരിക്കാനോ അവരെ ഒതുക്കാനോ അവരുടെ വചനം പറഞ്ഞ് അവരെ നമ്മൾ എന്തോ ആണ് എന്ന് കാണിക്കാൻ നിൽക്കരുത്. ദൈവം അടിച്ച് തള്ളിയിടും. അത് നമ്മൾ ഒരിക്കലും, അനേക ദൈവദാസന്മാരുടെ അനുഭവങ്ങൾ അങ്ങനെയാണ്. ഒരു പ്രവാചകനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ആ ചർച്ചിൽ പോയാൽ അവരെ പ്രവചിച്ച് ചുമരിൽ ഒട്ടിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇത്രമാത്രം ആത്മീയ ലോകത്തിലൊരു ഭാവം, എത്രമാത്രം ഒരു ഭാവം. ചുമരിലൊട്ടിക്കാനുള്ള സാധനമല്ല പ്രവചനം, ഒരുത്തനെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. അതുപോലും നമുക്ക് പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നു. നമുക്ക് ഏറ്റവും താഴണം. ക്രിസ്തുവിന്റെ ഭാവം എന്ന് പറയുന്നത് താഴ്മയാണ്. ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിനകത്ത് നിറഞ്ഞു വരുമ്പോൾ നമ്മൾ പൊടിയോളം താഴാൻ തുടങ്ങും. മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങും. മറ്റുള്ളവർക്ക് എന്നെ കരുതാൻ തുടങ്ങും. നമ്മളെക്കാൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങും. ഇതാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വ്യാജഭാവം നമ്മൾ മാറ്റണം. ഇനിയാണ് അസൂയ. ഹല്ലേലൂയ. എല്ലാവരുടെയും ഉള്ളിനകത്ത്, ചിലരുടെയൊക്കെ ഉള്ളിനകത്ത് ഉള്ളതാണ്. അത് പുറത്തൊന്നും വരില്ല പെട്ടെന്ന്. നമ്മൾ ശോധന ചെയ്യണം കേട്ടോ ഇതൊക്കെ. എന്ന് വെച്ചാൽ ഒരാൾ നല്ലൊരു വീട് വെച്ചു,
പ്രതിഷ്ഠയ്ക്ക് വിളിച്ച് പോകുമ്പോഴും ഇതിന്റെ ആവശ്യം ഇവിടെ ഉണ്ടോ, ഇതിന്റെ ആവശ്യമുണ്ടോ, നമ്മൾക്ക് എന്താ ആവശ്യം, അവർക്ക് ആവശ്യമുള്ളതുകൊണ്ടാ വെച്ചത്. ഇത്രയും മുറ്റമൊക്കെ വേണമെന്ന് അവർക്ക് ഇഷ്ടമാണ്. ഇത്രയും വലിയ കാർ വേണമെന്ന് അവരെ ദൈവം കൊടുത്തില്ലേ, അവര് സ്വോത്രം പറയണം. അങ്ങനെ പറയാനുള്ള കാര്യം എന്താണെന്നറിയില്ലേ, ഉള്ളിലെ അസൂയയാണ്. ആ കൊച്ചിന്റെ നടപ്പ് കണ്ടില്ലേ, ആ കൊച്ച് എന്തോ ഭയങ്കര എന്തിനാന്നേ പറയുന്നത്, നമ്മുടെ അസൂയ കൊണ്ടാണ് പറയുന്നത്. ഒരു കൊച്ച് നല്ല സൗന്ദര്യമുള്ള കൊച്ച്, ആ കൊച്ച് നിങ്ങളുടെ ഉള്ളിനകത്ത് അസൂയ ഉണ്ടെങ്കിൽ ആ കൊച്ചിനെ കുറിച്ച് എന്തെങ്കിലും ഒരു തെറ്റുകൾ കണ്ടെത്താൻ. ഒരു ദൈവദാസന്റെ പ്രസംഗം, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എന്റെ പ്രസംഗത്തേക്കാൾ അദ്ദേഹം നല്ലതായിട്ട് പ്രസംഗിക്കണമെങ്കിൽ എന്റെ ഉള്ളിനകത്ത് അസൂയ ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അസൂയ. ഈ അസൂയുള്ള വ്യക്തിയുടെ ജീവിതത്തിനുണ്ടല്ലോ ഒരിക്കലും വളർച്ച ഉണ്ടാകത്തില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും അസൂയയുടെ അനുഭവങ്ങൾ, ഇതൊന്നും പുറത്ത് കാണുന്ന സാധനമല്ല കേട്ടോ, ഇതൊക്കെ മുറുകെ പറ്റി പിടിച്ചിരിക്കുന്ന പാപങ്ങളാണ്. ഇത് രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടവരുടെ ഇടയിലുള്ള കാര്യങ്ങളാണ്. ഇവർക്ക് വളർച്ചയില്ല. പത്രോസ്ലീഹ നോക്കിയപ്പോൾ സഭ വളരുന്നില്ല, ആത്മാക്കൾക്കൊരു വളർച്ചയില്ല. സഭയിൽ ആള് വരുന്നെങ്കിലും ഇവരിൽ ആത്മീയ വളർച്ചയില്ല. നമ്മുടെ സഭകളിലൊന്നും ആത്മീയ വളർച്ചയില്ലാത്തതിന് കാരണം മായമില്ലാത്ത പാല് കുടിക്കാൻ ഇവിടെ ആൾക്കാർ ഇല്ല. എല്ലാവരും മായം ചേർത്ത പാല് കുടിക്കാൻ ആഗ്രഹിച്ച് ഓടുന്നവരാണ്. ജഡീകമായ കാര്യങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഓടുന്നവരാണ്. ആത്മീയ വളർച്ചയെ കുറിച്ചാണ് പൗലൂസ് പറയുന്നത്. ഇത് വരണമെങ്കിൽ അസൂയ മാറ്റിക്കളയണം. അടുത്ത് പറഞ്ഞു, എല്ലാ നുണയും നീക്കിക്കളഞ്ഞ്. എല്ലാ നുണ, ആരെക്കുറിച്ചും നിങ്ങൾ ഒരു നുണ പറയരുത്. ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ ഒരു ദൈവദാസനോ ദൈവദാസിയോ എൻ്റെ അടുക്കൽ വരുന്നു, എനിക്ക് അവരെ കുറിച്ച് പറയാം, ബ്രദറെ, സിസ്റ്ററെ, അല്ലെ പാസ്റ്ററെ, നിങ്ങൾ ശരിയല്ല, നിങ്ങൾ ആ ഭാവം മാറ്റം, അത് നുണയല്ല. ഒരാളുടെ സാന്നിധ്യത്തിൽ മറ്റൊരാളുടെ കാര്യത്തെ കുറ്റം പറയുന്നതിന്റെ പേരാണ് നുണ. നിങ്ങളത് പറയരുത്. ഈ വിഷയങ്ങളാണ് നമുക്ക് മായമില്ലാത്ത പാല് കുടിക്കാനുള്ള ആഗ്രഹമില്ല. സ്തോത്രം. ഇന്നെല്ലാവർക്കും ആഗ്രഹം എന്ന് പറയുന്നത് മായം ചേർത്ത ആഹാരം കഴിക്കണം, അല്ലെങ്കിൽ മായം ചേർത്ത പാല് കുടിക്കണം. പാല് വേണം, പക്ഷെ മായം ചേർക്കണം. പക്ഷെ ഇവിടെ മായമില്ലാത്ത പാല്, ഈ മായമില്ലാത്ത പാലിനൊരു കുഴപ്പമുണ്ട്, വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷെ കുടിച്ചാൽ ആത്മവളർച്ചയുണ്ടാകും, രക്ഷയ്ക്കകത്ത് വളർച്ചയുണ്ടാകും, ദൈവകൃപയിൽ വളർച്ചയുണ്ടാകും, അകത്തെ മനുഷ്യ ശക്തി പ്രാപിക്കാനിടയാകും. പക്ഷെ മറ്റേ പാലെന്ന് വെച്ചാൽ മായമുള്ള പാലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇച്ചിരി ടേസ്റ്റൊക്കെ കാണും, ഇച്ചിരി തമാശയൊക്കെ കാണും, ഇച്ചിരി കയ്യടിയൊക്കെ കാണും, ഇച്ചിരി ജഡത്തെ ഇളക്കുന്ന കാര്യങ്ങളൊക്കെ കാണും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് കിട്ടിയാൽ നിങ്ങളുടെ ജഡമേ സന്തോഷിക്കുന്നുള്ളൂ, നിങ്ങളുടെ ആത്മവളർച്ച സംഭവിക്കുന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ട് നമ്മുടെ ഭൗതികമായി ദൈവം നമ്മൾ അനുഗ്രഹിച്ചോട്ട്. പക്ഷേ ഒരു വ്യക്തി ഒരു കോടീശ്വരനായി തീർന്ന ശേഷം ആത്മീയമായി മരിച്ചിട്ട് കോടീശ്വരനായിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയിട്ട് തൻ്റെ ജീവനെ അല്ലെങ്കിൽ തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? പത്രോസ്ലീഹ വളരെ വ്യക്തമായി പറയുകയാണ്, നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷ അല്ലെങ്കിൽ രക്ഷയ്ക്കായി വളരുവാൻ നിങ്ങൾ കുടിക്കേണ്ടത് മായമില്ലാത്ത പാലായിരിക്കണം. നിങ്ങളുടെ സഭയിൽ മായമില്ലാത്ത പാലാണോ തരുന്നത്? നിങ്ങളുടെ ദൈവദാസൻ മായമില്ലാത്ത പാലാണോ തന്നുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഒരിക്കലും കളയരുത്, ഒരിക്കലും അതിനെ നിസ്സാരമായി കാണരുത്. നിങ്ങൾ കുടിക്കണം, നിങ്ങൾ വാഞ്ചിക്കണം, ധാരാളം കുടിക്കണം. ഇല്ല, നിങ്ങളുടെ ദൈവസഭകൾക്കകത്ത് മായം ചേർത്ത പാലാണോ തരുന്നത് എങ്കിൽ നിങ്ങൾ ഒരു സെക്കൻഡ് അവിടെ നിൽക്കരുത്, അവിടുന്ന് ഓടി മറയുക. ഹല്ലേലൂയ. നോക്കണം, ചില അമ്മമാർ മായം ചേർത്ത പാല് കൊടുക്കുന്നത് എങ്ങനെയെന്ന് അറിയില്ലേ? ഈ കൊച്ചിന് പഞ്ചസാരയും കർക്കണ്ടൊക്കെ ഇട്ട് കൊടുക്കും. ഈ കുഞ്ഞുണ്ടല്ലോ, കുറേ മാസങ്ങൾ കഴിയുമ്പോൾ, നാളുകൾ കഴിയുമ്പോൾ ഈ കുഞ്ഞിന് മധുരം അത്യാവശ്യമാണ്. ഉള്ള മധുരം എല്ലാം വാരി പിന്നെ കഴിക്കണം. പിന്നെ കുഞ്ഞിന് മധുരം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഒടുവിൽ ഷുഗറും പലവിധമാകുന്ന രോഗത്തിലേക്ക് വരും. ഇതിന്നും അങ്ങനെ തന്നെയാണ്. ആത്മീയ രോഗം ആത്മീയ സഭകളിൽ വ്യാപരിച്ചിരിക്കുകയാണ്. അവർക്കിന്ന് ആവശ്യം മധുരമുള്ള പാലാണ്, മായം ചേർത്ത പാലാണ്.
എന്നാൽ സ്വർഗം ഇന്ന് ഇവിടെ പറയുന്ന ദൂതിതാണ്, നിങ്ങൾ മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിപ്പിൻ. എന്തിനു വേണ്ടി വാഞ്ചിക്കണം? നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, ആത്മാവിന്റെ വളർച്ചയ്ക്ക് വേണ്ടി. നമ്മുടെ ആത്മീയമായി ഓരോ ദിവസങ്ങൾ നമുക്ക് വളർച്ച ഉണ്ടാകണം. ഓരോ മാസങ്ങളിലും പുതിയ പുതിയ ഫലങ്ങൾ കായ്ക്കുന്നവരായിരിക്കണം. നമ്മുടെ ആത്മീയ തലങ്ങൾക്ക് മാറ്റം ഉണ്ടാകണം. കൃപാവരങ്ങളിൽ വ്യത്യസ്തതകൾ ഉണ്ടാകണം. ദൈവവചനത്തിനകത്തുള്ള സകലവിധമാകുന്ന ദൈവീയ കൃപകളിൽ നമുക്ക് വളരണമെങ്കിൽ മായമില്ലാത്ത ദൈവത്തിന്റെ വചനം നമ്മൾ സേവിച്ചേ മതിയാകുള്ളൂ. കാരണം എന്താണ്? നമ്മൾ ആരാണ്? നമ്മൾ എവിടെയാണ് ജനിച്ചതെന്നും 1:23 കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാലും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവവചനത്താൽ വീണ്ടും ജനിച്ചവൻ ദൈവവചനത്തിന്റെ മായമില്ലാത്ത പാല് കുടിച്ചേ മതിയാകേണ്ടു. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത്. നമ്മൾ നേരത്തെ വായിച്ചതുപോലെ 1 പത്രോസിന്റെ ലേഖനം 2:1, ആകയാൽ സകല ദുഷ്ടത, എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാം നുണയും നീക്കിക്കളയണം. ഇത് മാറ്റിക്കളയണം. ഇതും വെച്ചുകൊണ്ട് നിങ്ങൾ കുടിക്കരുത്. നിങ്ങൾക്ക് ദഹിക്കില്ല, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇതിനെ മാറ്റിയിട്ട് ഒരു വസ്ത്രം ഉരിഞ്ഞു മാറ്റുന്നത് പോലെ നമ്മുടെ ഈ സ്വഭാവങ്ങൾ മാറ്റിയിട്ട് ദൈവവചനത്തിന് മുമ്പിൽ കാതോർത്തിരിക്കുക. വരുന്ന ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എൻ്റെ ദൈവദാസനെ, ദൈവദാസിയെ, ആത്മീയമായ ജീവൻ നമ്മളിലേക്കില്ലെങ്കിൽ, ആത്മീയ ബലമില്ലെങ്കിൽ നമുക്ക് പോർക്കളത്തിൽ നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ നിൽക്കുന്നൊരു യുദ്ധക്കളത്തിലാണ്, കളിക്കളത്തിലല്ല. കളിക്കളത്തിലാണെങ്കിൽ അടുത്ത ഗെയിമിൽ നമുക്ക് ജയിക്കാം. യുദ്ധക്കളം അങ്ങനെയല്ല. യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഞാനും നിങ്ങളും ആരോഗ്യവാന്മാരായിരിക്കണം. ആരോഗ്യവാന്മാരായി തീരണമെങ്കിൽ മായമില്ലാത്ത പാല് കുടിച്ചേ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ കിതയ്ക്കും. ഇല്ലെങ്കിൽ നമ്മൾ നട്ടലിൽ പിടിച്ചുകൊണ്ട് നിൽക്കേണ്ടി വരും. ആ സമയത്ത് ശത്രു ഒന്ന് നമ്മളെ ഒതുക്കിയിട്ട് പോകും. എത്രയോ ആത്മീയരെ, എത്രയോ സഭകളെ, എത്രയോ കുടുംബങ്ങളെ മായം ചേർത്ത് പാല് കൊടുത്ത് എത്രയോ സഭകൾ ഇന്ന് പൊളിഞ്ഞപ്പെട്ടു. എത്രയോ ആത്മീയർ തകർക്കപ്പെട്ടു. എത്രയോ ദൈവദാസൻ തകർക്കപ്പെട്ടു. തൽക്കാലം ഭംഗിയായി തോന്നാം, തൽക്കാലം അത് ഭയങ്കര ആത്മീയ ആരോഗ്യമെന്നൊക്കെ തോന്നാം. പക്ഷേ യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ ക്ഷയിച്ചു പോകും, ക്ഷീണിച്ചു പോകും. അത് വരാതിരിപ്പാൻ പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് തന്ന ദൂതുകളെ ഓർക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചന സന്ദേശത്തിനായി സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങളുടെ അടുക്കിലേക്ക് ഈ വചനം എത്തുമ്പോൾ അവരുടെ ജീവിതത്തിന് ഒരു സമൂലമായൊരു മാറ്റം ദൈവാത്മാവ് കൊടുക്കണം. കർത്താവേ, ദൈവകൃപ ഇന്ന് ഈ രാവിലെ ഇവരുടെ മേൽ വെളിപ്പെട്ടു വരാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ ദുഷ്ടതയും ചതിവും വ്യാജഭാവവും അസൂയയും നുണയും നീക്കുവാനുള്ള ഒരു കൃപ നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പോർക്കളത്തിലാണ് നിൽക്കുന്നത്. ഞങ്ങൾക്കൊരു ആത്മീയ ആരോഗ്യം ഞങ്ങൾക്ക് വേണം കർത്താവേ. അതിനെ തടഞ്ഞിരിക്കുന്ന ദുഷ്ട പിശാചിനെ ഞങ്ങൾ ശാസിക്കുന്നു. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഇതൊരു അനുഗ്രഹമാകണം, വിടുതലാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു മാറ്റം വരുത്തിയെങ്കിൽ നിശ്ചയമായും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഈ വചനങ്ങൾ പഠിക്കുക. ഇത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം അവരെ കൂടെ പഠിപ്പിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.